നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ നിമിഷവും ലഹരി ഉപയോഗത്തിന്റെ വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ ലഹരി കാരണം ഓരോ കുടുംബവും തളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മയ്ക്ക് കൈത്താങ്ങാകും മകൻ എന്ന് കരുതുമ്പോഴൊക്കെ ഇവിടെ നടക്കുന്നത് മറ്റു പലതുമാണ്. വിതുരയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ലഹരി ഉപയോഗിക്കുന്നത് മകനെ തടഞ്ഞപ്പോൾ പെൺസുഹൃത്തുമായിട്ട് ചേർന്ന് മകൻ അമ്മയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് വിതുരയിൽ നിന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് ലഹരി ഉപയോഗിച്ചതിന് ചോദ്യം ചെയ്തതിന്റെ പേരില് മകനോടൊപ്പം വന്ന പെൺസുഹൃത്തും മകനും ചേർത്ത് അമ്മയെ ഉപദ്രവിക്കുന്നു, റോഡിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. റോഡിൽ നിന്ന് ഈ അമ്മയുടെ നിലവിളി കേട്ടിട്ട് നാട്ടുകാർ ഓടിക്കൂടി ഈ അമ്മയെ ആശുപത്രിയിലാക്കുന്നു. ഇതിന്റെ പേരിൽ പിന്നീട് ഈ പെൺകുട്ടിയെയും ഈ മകനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ വാർത്ത കേട്ടിട്ട് അവിടെ ചെല്ലാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വീട്, ഒരു സാധാ ഒരു കഷ്ടപ്പെട്ട് ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വീട്, അത്തരത്തിലൊരു വീടാണ്. പൂർണ്ണമായിട്ടൊന്നും പണി കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ സാധാരണ ഒരു വീട്. ആ വീട്ടില് ഈ കുട്ടിയുടെ അച്ഛനുണ്ട്. അപ്പം അച്ഛനിങ്ങനെ ഫോൺ വിളിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുക. അപ്പം ഈ ഫോൺ വിളിക്കുമ്പോ ഒക്കെ പറയുന്നടാ, ഒരു പെൺകുട്ടിയെ, അവനൊരു കുട്ടിയും കൊണ്ട് വന്നത് പ്രശ്നമായി, ഇപ്പം ചോദ്യമായി, പറച്ചിലായി. അച്ഛനൊരു അഴകൊഴഞ്ചൻ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. എന്തൊക്കെയോ ആരൊക്കെയോ വിളിച്ച് ഫോണിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നായിരുന്നു, വീടിന്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു. അപ്പൊ നമ്മളടുത്ത് എന്തെങ്കിലും സംസാരിക്കുമോ എന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ നിന്നു. പക്ഷെ നമ്മളടുത്ത് ചോദിച്ചില്ല ആരാണോ, എന്തിനു വന്നു ഒന്നും ചോദിച്ചില്ല. അറിയാൻ കഴിഞ്ഞത് ഈ അച്ഛൻ ഈ മക്കള് ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ട്, മക്കൾ ചെയ്യുന്നതൊന്നും തെറ്റാണ് എന്ന് ഇതുവരെ ബോധ്യം വരാത്ത ഒരു അച്ഛനാണ് ആ വീട്ടിലുള്ളത്. ഒരു സംശയം ചോദിച്ചിട്ടെ, ഇപ്പൊ ആ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ പെൺകുട്ടി എത്ര നാളായി ഈ വീട്ടിലേക്ക് വന്നിട്ട്? ഈ പെൺകുട്ടി വീട്ടിലേക്ക് വന്നിട്ട് 2 മാസമായി എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പം നമ്മള് ഈ അമ്മയെ കണ്ടിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അമ്മയുടെ അടുത്ത് പോയി അമ്മയെ വിളിച്ച് നേരിട്ട് കണ്ട് സംസാരിച്ചു. അപ്പൊ അമ്മ പറയുന്നത് 6 മാസത്തോളമായിട്ട് ഈ പെൺകുട്ടി, സംഗീത ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി ഈ വീട്ടിലും, അതുപോലെ തന്നെ അനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് ഈ അമ്മയുടെ മകൻ. അപ്പം ഈ അനൂപിന്റെ കൂടെ ഈ ബന്ധുവീട്ടിലും ഇവരുടെ വീട്ടിലും ഒക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. ഇവര് വിവാഹം കഴിച്ചോന്ന് ചോദിച്ചാ ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പം സിന്ദൂരമുണ്ട്, അത് അറിയില്ല. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടിയും എല്ലാവരും പ്രാക്ടിക്കലായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. ലിവിങ് ടുഗദറിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. നമുക്കും അതിന് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല, അത് തികച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ പെൺകുട്ടി അവിടെ ഉള്ളത് കൊണ്ട് ഈ പയ്യന്റെ അമ്മയ്ക്ക് തന്നെ ഉപദ്രവമാണ് എന്നുള്ളതിലാണ് നാട്ടുകാരൊക്കെ ഇടപെടുന്നത്. സാധാരണഗതിയിൽ കല്യാണം കഴിച്ചു വന്നു, അവരുടെ കുടുംബപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല അവിടെ നടക്കുന്നത്. ഈ പെൺകുട്ടിയെ ഈ അമ്മ കാണുമ്പോഴൊക്കെ ഈ പെൺകുട്ടി സിഗരറ്റ് വലിക്കുക, അതുപോലെ തന്നെ സിഗരറ്റ് അല്ലാത്ത മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഈ അമ്മ നേരിൽ കാണാണ്. ഈ അമ്മയ്ക്ക് ജോലി എന്ന് പറയുന്നത് ഒരു വീട്ടു ജോലിയാണ്. മറ്റുള്ള വീട്ടിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ സമ്പാദിച്ചിട്ട് ഈ കെട്ടിയവനെയും കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പെൺകുട്ടിയെയും കൂട്ടി 10-21 വയസ്സുള്ള ഒരു മകൻ കയറി വരികയാണ്. അപ്പോ അവരെയും ഇവര് നോക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. നോക്കിയാൽ മാത്രം പോരാ, ഈ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടുന്ന ലഹരി വസ്തുക്കൾക്ക് വാങ്ങാനുള്ള പൈസ കൂടെ ഇവര് ഒപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്ന നടക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ അമ്മ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെയാണ് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈ അമ്മ ഇതിൽ ഇടപെടുന്നു. ചോദിച്ചു, എന്താണ് നീ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈ അമ്മയെടുത്ത് തെറി വിളിക്കുന്ന രീതിയിലാണ് ഈ പെണ്ണ് പ്രതികരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ അമ്മ ടെറസിൽ നിൽക്കുമ്പോൾ ഇവള് എന്തോ വലിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചത്ര. അപ്പം ഈ അമ്മ പോയി ചോദിച്ചു, എന്താണ് നീ വലിച്ചോണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡില് ഈ സ്ത്രീ തിരിച്ച് ഈ അമ്മയെടുത്ത് സംസാരിച്ചു. അപ്പൊ അമ്മ പറയാണ്, എനിക്ക് പേടിയായി, ഞാൻ കാരണം നിൽക്കുന്നത് ടെറസിലാണ്, ഞാൻ വാർത്തകൾ കാണുന്നുണ്ട്, എന്നെ അവള് പിടിച്ച് തള്ളിയാലോ, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ശരിക്കും ആ അമ്മേന്റെ ഒരു തിരിച്ചറിവ്, ഒരു മകനെതിരെ പറയണമെങ്കിൽ മുൻകൂട്ടി കാണുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അമ്മ പറയാണ്, ഞാൻ വാർത്തകൾ കാണുന്നതാ മകളെ, എനിക്ക് പേടിയാണ്. ഇത്തരത്തിലുള്ള എന്റെ ഭാര്യയും എന്റെ ഭർത്താവും മക്കളും എന്നെ കൊല്ലോ എന്നുള്ളത് എനിക്ക് പേടിയാണ്. അമ്മ പറയുമ്പോ നമുക്കത് ദയനീയമായിട്ട് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവിടെയുള്ള നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോ അവര് പറയുന്നത് ഈ വീട്ടില് ഇത് സ്ഥിരമാണ്. ഈ പെൺകുട്ടിയും ഈ പയ്യനുമായിട്ട് ഈ മകനും മകന്റെ ഭാര്യയെന്ന് മകൻ പറയുന്ന ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആ കുട്ടിയും വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളാണുള്ളത്. ഈ അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ച് വിദ്യാഭ്യാസം
വലിയ രീതിയിലില്ല. സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. ഇപ്പൊ എല്ലാവരും വിദ്യാഭ്യാസം നേടി ഹൈടെക് ആ രീതിയിലൊന്നും പോകുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. ചിലപ്പം വിദ്യാഭ്യാസം കുറവാണെങ്കിലും മറ്റു രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് സക്സസ് ആയ എത്രയോ പേരുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിലൊന്നും ക്രിട്ടിസൈസ് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇത് വിദ്യാഭ്യാസവും ഇല്ല, സക്സസും ആയിട്ടില്ല, നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിച്ച് നടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ഇവൻ പല പ്രശ്നത്തില് ഇടപെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ബൈക്ക് മോഷണ കേസില് ഈ പയ്യൻ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വന്നു. അതുപോലെ തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ അമ്മ ഓരോ വീട്ടില് ജോലിക്ക് പോയി സ്വരൂപിച്ചിട്ടുള്ള എത്രയോ പവൻ, ഏകദേശം 15 പവനെന്തോ സ്വർണം അത് കാണാനില്ല. അപ്പം അന്വേഷിച്ചു വന്നപ്പം കട്ട് കൊണ്ടുപോയത് മകൻ തന്നെയാണ്. മകൻ എങ്ങോട്ട് പോയി എന്തിനു പോയി ഒന്നും വിവരമില്ല. അപ്പം കുറച്ചു കാലം കഴിഞ്ഞ് ഈ പ്രശ്നത്തിന് ശേഷമാണ് ഈ പെൺകുട്ടിയെയും കൂട്ടി ഇവർ വരുന്നത്. അപ്പം ഈ അമ്മ ഇതിനെ എതിർത്തു. ഈ പണവുമായിട്ട് പോയത് എന്തിനാണെന്ന് ചോദിച്ചു, മറുപടിയില്ല. അപ്പൊ പറയുന്നത് വേറെ ഏതോ ആരോ പറ്റിച്ചതാണ്, നമുക്കത് വാങ്ങിയെടുക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് ഈ അമ്മേനെ വിശ്വസിപ്പിച്ചിട്ട് വീട്ടിലേക്ക് കയറുന്നത്. അതിനേക്കാൾ ഉപരി ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടെ പറയുന്നത്, അമ്മയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സ് ആണ് ഈ സംഗീതദാസ് എന്ന് പറയുന്ന പെൺകുട്ടി. കൈക്കും കാലിനും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത, മാനസികമായി യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഈ 2 മക്കളെയും ഭർത്താവിനെയും നോക്കുന്ന ഒരമ്മ ഈ വന്നു കയറിയ സംഗീതദാസിനെ കൂടെ നോക്കേണ്ടുന്ന അമ്മേനെ നോക്കാനാണ് ഹോംനെസ് എന്ന് പറഞ്ഞിട്ട് സംഗീതദാസിനെ തന്നെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തന്നെ ഏകദേശം ഈ പയ്യന്റെ ഒരു രീതി എന്താണ് എന്നുള്ളത് മനസ്സിലാകും. പിന്നെ പറയുന്നത്, ഈ പെൺകുട്ടി വന്നതിന് ശേഷം ഈ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ഓരോ പയ്യന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തു വന്നാണല്ലോ, അതായത് മുറിക്കകത്ത് ഒരു 6 or 7 ആണുങ്ങളൊക്കെ ഉണ്ട്. ആണുങ്ങൾ ഉള്ളത് കൊണ്ടൊന്നല്ല, പക്ഷെ അതിനകത്ത് മൊത്തം ആണുങ്ങളല്ല ചേച്ചി, കുട്ടികളാണ്. ഏകദേശം എനിക്കൊരു +2 ഒരു ഡിഗ്രി ആ ഒരു ടൈപ്പ് കുട്ടികളൊക്കെയാണ് ആ കൂട്ടത്തിലുള്ളത്. അതായത് അവർക്ക് ഓർമ്മ എന്ന് പറയുന്ന സംഭവം പോലും ഇല്ല. അത്തരത്തില് എല്ലാരും മദ്യമൊക്കെ കഴിച്ചു, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് മയങ്ങിയിരിക്കണം. ആ പെൺകുട്ടി അതിനിടയ്ക്ക് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്കത് ആ വീഡിയോ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ലീഗലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ വീഡിയോ പുറത്ത് വിട്ടില്ല. പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വീട്ടിൽ നടക്കുന്ന ആ ഒരു അനീതി. ഇത് ചോദ്യം ചെയ്തതിനാണ് ആ അമ്മേനെ തല്ലിയത്. ആ അമ്മേനെ തല്ലിയപ്പോ ഈ പിതാവ് കൂട്ടുനിന്നു. എന്തുകൊണ്ടാ? പിതാവിനും ഈ അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ സഹോദരനും ഒക്കെ കിട്ടുന്ന ലഹരി വസ്തുക്കൾ ഈ അനൂപ് എത്തിച്ചു കൊടുക്കുമ്പോ അനൂപിന്റെ പിന്തുണച്ച് തന്നെയാണല്ലോ ബാക്കിയുള്ളവർ നിൽക്കുക. അവരിപ്പോ പറയുന്നത്, അതായത് ഈ അനൂപിന്റെ പിതാവ് പറയുന്നത് ഈ അമ്മയാണ് പ്രശ്നക്കാരി എന്നാണ്. ഇപ്പം ഇത്രയും ലഹരി വസ്തുക്കൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടി ആ വീട്ടില് പ്രശ്നം ആകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അമ്മായിയമ്മ പോരായിരിക്കും ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇതൊന്നല്ല, ലഹരി വസ്തുക്കൾ തന്നെയാണ്. ലഹരിയുടെ ഉപയോഗവും ഡീലിങ്സും ഒക്കെ തന്നെയാണ് ഇവിടെ പ്രശ്നമായിട്ട് പറയുന്നത്. ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് പലതരത്തിലും പല സമയത്തും ആൺകുട്ടികളൊക്കെ വന്ന് വരുവാണ്. ഈ അനൂപും ഈ പെൺകുട്ടിയും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് ഇത്തരത്തില് ഇവരെയൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇവർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, ഇവരോട് സാധനങ്ങൾ മേടിക്കുന്നു, അതും ആ വീട്ടിൽ വെച്ച് തന്നെ അത് ഉപയോഗിക്കുന്നു. ഇതിന് ചോദ്യം ചെയ്തതാണ്. പിന്നെ നാട്ടിലൊക്കെ ചോദിക്കുമ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ പെൺകുട്ടിയും കുറെ ആൺകുട്ടികളും ചേർന്ന് ഓരോ മുക്കിലും മൂലയിലും ഒക്കെ പോയിട്ട് ലഹരി ഉപയോഗിക്കാണ്. ചോദ്യം ചെയ്യാൻ പറ്റൂല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂട്ടത്തില് ഈ ഒരു സിനിമ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതിലൊരു കഥയുണ്ട്. അതിൽ പറയുന്നത് ഒരു ഡ്രഗ്സിന്റെ ഒരു ഗ്യാങ്, ആ ഗ്യാങ്ങിലുള്ള ഒരാളെ ഒരു പോലീസുകാരൻ അവര് ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ വൈകാരികമായിട്ട് കൊല്ലുന്നു. അപ്പം തങ്ങളെ കൂട്ടത്തിൽ ഒരാളെ തൊട്ടു എന്നതിന്റെ പേരിൽ നടക്കുന്ന വലിയൊരു ക്രൈമാണ് ആ ഒരു സിനിമയിൽ കാണിച്ചത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയിലാണ് അന്ന് സത്യത്തില് യഥാർത്ഥത്തില് നമ്മുടെ കേരളത്തിലെ പോലീസുകാരെന്ന് പറയേണ്ടി വരും. അവര് പേടിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടയാണല്ലോ, തൃശ്ശൂര് ഒരു പോലീസുകാരൻ അദ്ദേഹം ഈ ലഹരി സംഘത്തെ പിടിക്കാൻ പോയപ്പം അപായപ്പെടുത്താൻ ശ്രമിച്ചു. കാലുവയ്യാതെ ഇപ്പോഴും റെസ്റ്റിലാണ്. അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പം ലീഗലി ഒരു കാര്യത്തിനെ നേരിടാം എന്ന് പറയുമ്പോഴും ഉള്ളിൽ എല്ലാവർക്കും പേടിയുണ്ട്. ഈ നാട്ടുകാരൊക്കെ പരാതി നൽകാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ. നാട്ടുകാർക്കും പരാതി കൊടുക്കാൻ പേടിയാ. കാരണം ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക പയ്യന്മാരും ഇത്തരത്തിലായി. പയ്യന്മാരെ മാത്രമൊന്നുമല്ല, പെൺകുട്ടികളും ഇത്തരത്തിലായി. വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മദ്യ ഷോപ്പുണ്ട്. ആ മദ്യ ഷോപ്പില് വൈകുന്നേരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച,
വെള്ളവും അടിച്ച് ഫിറ്റായിട്ട് നേരെ നടക്കാൻ പോലും പറ്റാണ്ട് ചെരുപ്പൊക്കെ കൈ പിടിച്ചു വരുന്ന പെൺകുട്ടികൾ ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. പെൺകുട്ടികൾക്ക് എന്താ മദ്യം കഴിച്ചൂടെ, പെൺകുട്ടികൾക്ക് മദ്യം കഴിക്കാൻ പാടില്ലല്ലോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിന് വിമർശിക്കുന്നവർ ചോദിച്ചേക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് എല്ലാവരും മദ്യപിച്ച് വലിയ ആ ഒരു രീതിയിലൊന്നും നടക്കുന്നവരോ അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളൊന്നുമല്ല. ഒരു ലിമിറ്റിൽ അപ്പുറത്തേക്ക് ഇതൊക്കെ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം തന്നെയാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. അപ്പം അത്തരത്തിൽ പോലുള്ള ഒരു സാഹചര്യത്തിലും ഈ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത്തരത്തിൽ വലിയൊരു ലഹരിക്ക് അടിമയാകുന്നു. അതും ആരെയും പേടിക്കാണ്ടേ, സ്വന്തം നാട്ടിലുള്ള ഒരു ബാറിൽ കയറി പെൺകുട്ടികൾ മദ്യം കഴിച്ച് തിരിച്ചിറങ്ങി വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഒന്ന് ആലോചിച്ചു. പാരന്റ്സ് പോലും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ്. പാരന്റ്സിനൊക്കെ പേടിയാണ്. ഇപ്പം അനൂപിന്റെ കേസ് തന്നെ ഈ അമ്മ മക്കളെ വേണ്ട എന്നാ പറയുന്നത്. കാരണം അവർക്ക് ഒരു പ്രതീക്ഷയില്ല ഇവര് നന്നാവുന്നു. ആ വീട്ടിലാണോ? അല്ല, ഇവർക്ക് സ്വന്തമായിട്ട് ഇവരെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. കാരണം ഇവര് ഉപദ്രവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇവരെ എങ്ങനെയെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരുന്നത്. ഈ അമ്മയെ അടുത്ത് ഇവര് പറയുന്നുണ്ടായിരുന്നു അത്രേ, നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കും, നാട്ടുകാരൊക്കെ അറിയിച്ചിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആക്കാന്ന്. അതിനുള്ള ഒരു അടിപിടിയിൽ ഇടയ്ക്കാണ് ഈ അമ്മ നാട്ടുകാരടുത്ത് കാര്യം പറയുന്നതും എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നതും. അപ്പം പ്രശ്നക്കാരി ഈ മക്കളും മരുമക്കളും ആണെങ്കിലും ഈ അമ്മയ്ക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പലതവണ ഈ അമ്മയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയൽവാസികളൊക്കെ നമ്മളോട് പ്രതികരിച്ചാണ് ഭയങ്കര മോശമായിട്ട്. പക്ഷെ അത് അവര് തമ്മിലുള്ള കുടുംബ പ്രശ്നം ആയതുകൊണ്ട് അതിൽ ആർക്കും ഇടപെടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിപ്പം ഈ അമ്മ തന്നെ നേരിട്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് ദയനീയമായിട്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഇടപെട്ട് പോലീസ് കേസൊക്കെ ആയതാണ്. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് പേടിയാണ്. ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ അമ്മ പറയുന്നത് എല്ലാവരും ഓരോ കൊല ചെയ്യുന്നതും കാണുന്നതാണ്. അഫാന്റെ കേസിൽ നമ്മൾ എന്താണ് കണ്ടത്? ഒരു പ്രശ്നവുമില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്വന്തം സഹോദരനെ പോലും കൊന്നുകളഞ്ഞതാണ്. ഇന്നിപ്പം ഒരു ആത്മഹത്യ നടന്നു. ഒരു പെൺകുട്ടി സഹോദരനെ കാണാൻ അമ്മ സമ്മതിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ മറ്റൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു സഹോദരൻ. അപ്പൊ ആ സഹോദരനെ കാണാൻ പോട്ടെ എന്ന് പെൺകുട്ടി അമ്മയോട് ചോദിക്കുന്നു. അമ്മ പോണ്ടെന്ന് പറയുന്നു. അത് സഹിക്കാൻ പറ്റാത്ത ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പം ഇത്തരത്തില് മരണം എന്ന് പറയുന്നത് ഇത്രയും നിസ്സാരമാണ് എന്ന് തോന്നുന്ന ഒരു വർഷം കൂടിയാണ്. അത്രമാത്രം കൊലപാതകങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് പേടിയാണ് ഈ വീട്ടിൽ നിൽക്കാൻ. പിന്നെ ഈ ഇവരെ സംരക്ഷിക്കാൻ വന്ന പ്രവർത്തകരും പറഞ്ഞു, നമ്മളിപ്പം കുഴപ്പമില്ല അമ്മേ, നിങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്ത് ഇവിടെ താമസിച്ചെന്ന് പറഞ്ഞ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ഒരാള് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ അവര് മനഃപൂർവ്വമല്ല എങ്കിൽ പോലും തിരിച്ചാക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ അമ്മ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ കയറി കിടക്കാൻ പോലും പറ്റാണ്ട് ഇപ്പം ബന്ധു വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ അമ്മ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഭർത്താവ് വേണ്ട, മക്കള് വേണ്ട, ഒന്നുമില്ലെങ്കിലും എനിക്ക് എന്റെ വീട്ടിൽ ഈ 58ാം വയസ്സിൽ ഒന്ന് സമാധാനത്തോട് ഉറങ്ങാൻ പറ്റിയാ മതി. ഇതാണ് പറയുന്നത്. ഈ ഭർത്താവും ഈ പറയുന്ന കണക്ക് മക്കളെ പോലെ തന്നെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഭർത്താവ് ഇതുവരെ എന്താ പറയാ, ഇവര് 38 വർഷത്തിലധികമായിട്ട് കല്യാണം കഴിച്ചവരാണ്. 38 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ചവരാണ്. അപ്പം ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഇവര് മുന്നോട്ട് പോയിരുന്നത്. ഇടയ്ക്കൊക്കെ ഇയാള് മദ്യം കഴിക്കാറുണ്ടായിരുന്നു, ഭാര്യയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. ആ അമ്മ പറയാണ്, മദ്യം കഴിക്കുമ്പോൾ അദ്ദേഹം ഉപദ്രവിക്കുമായിരുന്നെങ്കിലും ഞങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഞങ്ങൾ ചിരിച്ച് കളിച്ച് ഞങ്ങള് ഓക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ചവരാണ്. പക്ഷെ ഇപ്പം എന്റെ ഭർത്താവിന് എന്റെ മക്കൾ എന്തോ കൊടുക്കുന്നുണ്ട്. അവർക്ക് അറിയില്ല എന്താണ് കൊടുക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും എന്റെ ഭർത്താവിനും ലഹരി വസ്തുക്കൾ ഇപ്പം കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവും. ഈ ഇത്രയും കാലം ഭാര്യയ്ക്കൊപ്പം നിന്ന ഒരാള് മക്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ ആ ഭർത്താവിനും വേണ്ടുന്ന കാര്യം മക്കൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ പത്തനംതിട്ടക്കാരിയാണ് ഈ സംഗീതദാസ് എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് പറയപ്പെടുന്നത് മാത്രമാണ്. എവിടുന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു, ഇത്ര കാലം ഇല്ല. അതാണ് പ്രശ്നം.
ഇത്രയും കാലം ചോദിക്കാനും പറയാനും ഇല്ലാത്ത, അത് പെൺകുട്ടി എന്നല്ല, ആരാണെങ്കിലും ഒരാള് മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അവരെ തിരക്കി എങ്ങനെങ്കിലും ആളുകൾ വരത്തില്ലേ? ഇപ്പൊ പത്രത്തിലടക്കം ഫോട്ടോ വന്നതാണ്, മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയതാണ്, എന്നിട്ട് പോലും അതായത് ഈ ഫോട്ടോ പുറത്ത് വന്നിട്ട് പോലും ഈ പെൺകുട്ടീനെ തിരക്കി ഒരാൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അപ്പം ഈ പെൺകുട്ടി വല്ല ഇനി ഓർഫൻ ആണോ എന്നത് അറിയില്ല. ഓർഫൻ ആണെങ്കിലും അല്ലെങ്കിലും പെൺകുട്ടിയെ തിരക്കി ഒരാൾ വന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ പെൺകുട്ടിയെ പോലെ തന്നെ പല പെൺകുട്ടികളും ഇവരുടെ ഈ അനൂപിന്റെ തന്നെ ഗ്യാങ്ങിലുള്ള ആ ഒരു ഗ്യാങ്ങിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള സൂചനയും ലഭിച്ചിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഈ അമ്മ ഇത്തരത്തിലൊരു പ്രശ്നത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ്. അതായത് ഈ ഭർത്താവ് ഈ അമ്മയെ ഉപദ്രവിക്കുകയാണ്. ഈ അമ്മയെ കൊത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ ചുമരിനോട് പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ അമ്മ കാണുന്നത് ഓപ്പോസിറ്റ് ഉള്ള റൂമിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നതാണ്. ഓൾറെഡി ഈ അനൂപ് കൂട്ടിക്കൊണ്ടുവന്ന സംഗീതദാസ് എന്ന് പറയുന്ന പെൺകുട്ടി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ആ അമ്മയ്ക്ക് ഇതുവരെ ഒരു ഉത്തരം കിട്ടിയില്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വേറൊരു പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് അവര് പോലും അറിയാണ്ട് ആ വീട്ടിലെ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ അമ്മ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ആരാണ് ഇവളെന്ന് ചോദിച്ചു. അപ്പം ഈ പെൺകുട്ടി പറയാത്രേ അനൂപിന്റെ സഹോദരന്റെ പെണ്ണാണ് എന്നുള്ളത്. പക്ഷെ ഇവരൊക്കെ വരുന്നത് ലഹരി ഉപയോഗിക്കാനാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് വിതുര എന്ന് പറയുന്ന പ്രദേശം ഇത്രയും കാലം ഇല്ല എങ്കിൽ പോലും ഇപ്പോ ലഹരി വസ്തുക്കളുടെ വലിയൊരു കേന്ദ്രമായി മാറുന്നുണ്ട് എന്നുള്ളത്. പോലീസുകാരടക്കം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടുകൾ ഓരോ ദിവസം പുറത്തു വരുമ്പോഴും നമുക്കും ഉള്ളിലൊരു പേടിയാണ്. കാരണം നമ്മളും ജീവിച്ചു വരുന്ന ചുറ്റുപാടാണ്. ഇതിനുള്ളില് ഇത്തരത്തിൽ ഓരോരുത്തരും നിൽക്കുമ്പോൾ നമ്മൾ ആരെടുത്ത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഒരു ഭയം തന്നെയാണ്. കാരണം നമ്മളിപ്പോ ഒരാളെ മുഖത്ത് നോക്കി ഒരു ചിരി കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഈ ലഹരി വസ്തുക്കളുടെ ഒക്കെ ഇതില് ഹാങ് ഓവറിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ സമയം എന്ത് തോന്നും പറയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ അമ്മയുടെ ഒരു കാര്യത്തില് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. കാരണം അമ്മയുടെ സ്വന്തം വീട്ടിൽ കയറി കിടക്കാൻ പറ്റാത്തൊരവസ്ഥ. 15 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് 2 മക്കളെ ഈ അമ്മയ്ക്ക് കിട്ടുന്നത്. ആ സാധാരണഗതിയിൽ ഏതൊരു അമ്മയാണെങ്കിലും ഭർത്താവിലൊരു പ്രതീക്ഷയില്ലെങ്കിലും സ്വന്തം മക്കളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ്. മക്കളിലും പ്രതീക്ഷ പോയി. ഇനി എന്തായാലും തനിക്ക് മുന്നോട്ടേക്കൊരു ജീവിതമില്ല. ദൈവം തന്ന ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണം. ആ ഒരൊറ്റ മനോഭാവത്തിലാണ് ഈ അമ്മ ജീവിക്കുന്നത്. വഴിപാടുകളൊക്കെ ഉണ്ടായ മക്കൾ വേണ്ടിയിരുന്നില്ല എന്ന് ആ അമ്മ ചിന്തിക്കുന്നുണ്ടാവും. ഇതുപോലെ കേരളത്തിൽ പല അമ്മമാർ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ലഹരി എന്ന് പറയുന്നത് പല കുടുംബങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളുടെ കഴുത്തിന് കത്തിവെക്കുന്ന മക്കളാണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതലും കാണാൻ കഴിയുക. ഇത് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ കേസുകൾ അടുത്തടുത്ത് വരുമ്പോ പോലീസും കൂടുതൽ ആക്റ്റീവ് ആവുന്നുണ്ട്, പോലീസ് കൂടുതൽ നടപടികൾ എടുക്കുന്നുണ്ട്, നിരവധി ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കേസുകളിൽ ഒന്നിൽ പോലും ഒരു ഉന്നതന്റെ മക്കളുടെ പേരോ ഉന്നതന്റെ പേരോ ഇല്ല. കേരളത്തിൽ ഇത്തരത്തില് ലഹരി സംഘങ്ങള് വലിയ രീതിയിൽ വളരണമെങ്കിൽ, ലഹരി എത്തണമെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെയും അറിവില്ലാതെ ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ആരാണ് എന്നതൊന്നും വ്യക്തമാക്കി പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും പല ഉദ്യോഗസ്ഥരും കൈമടക്കവും പ്രതീക്ഷിച്ചും ഇതുപോലെ ലഹരി വസ്തുക്കളാണെങ്കിലും അവരുടെ ഉപയോഗത്തിന് കുറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ണടച്ചു കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ആ രീതികളൊക്കെയാണ് ഇത്തരത്തിൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം ഇന്ന് കണ്ണടച്ചു കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മക്കൾക്ക് നാളെ എന്തെങ്കിലും വരുമ്പോഴേ ആ ഉദ്യോഗസ്ഥർക്ക് ഒരു ബോധ്യം വരുള്ളൂ, അയ്യോ ഞാനും കൂടെ ഉൾപ്പെട്ടിട്ടാണല്ലോ കേരളത്തിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളത്. അതുകൊണ്ട് ഈ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ വലിയ പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണെങ്കിലും ഇതുപോലെ കൈമടക്കുകളും ലഹരി വസ്തുക്കളും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ വലിയ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം മറച്ചു വെക്കുന്ന രീതിയുള്ളവരും ആ ഒരു ശീലം ഒന്ന് മാറ്റി വെക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.